ഇക്കാനെ ക്ഷണിച്ചപ്പോഴേ ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ച്. ഹായ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. ഇന്നിപ്പോൾ ഇതാ കാര്യമായിട്ടൊരു പണിയിലാണ് കേട്ടോ. കുറച്ചധികം തന്നെ പാക്ക് ചെയ്യാനുണ്ട്. പാക്കിങ് പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര സ്ട്രെസ്സ് തോന്നുക. ആദ്യം 2-3 ആൾക്കാർക്ക് പാക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ 5-6 ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് കുറേ ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാതും എടുത്ത് പാക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് കുറച്ച് സ്ട്രെസ്സായിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും ഇതാ പണികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഒരു ലോങ് റോഡ് ട്രിപ്പ് പോവുകയാണ്. ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയൊരു പണി. അതായത് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അയൺ ചെയ്ത് ബാഗിലേക്ക് വെക്കുന്നതല്ല പണി. അതായത് ഓരോരുത്തർക്കും ഓരോ ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യൽ കേട്ടോ. കെൻസിന്, കൈഫിന്, നിഷ്കൊക്കെ എല്ലാവർക്കും. അപ്പം അങ്ങനെ ഇതാ അതൊക്കെ ഒരുവിധമായി. പിന്നെ നമ്മളിതൊരു മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പല്ല, അതാ ഇന്നലെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്ന് രാത്രി പോകാമെന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ ഒരുവിധം എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാക്കിങ്ങൊക്കെ കുറേയൊക്കെ സെറ്റായി. ഓക്കെ, ഇനി ഇതാ നമ്മൾ പോയി ഡ്രസ്സ് ചെയ്ത് ഇറങ്ങാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പൊതുവേ അങ്ങനെ ട്രിപ്പ് പോകുമ്പം രാവിലെ നേരത്തെ എണീറ്റ് പോകുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു രാത്രി യാത്ര കുറവാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത അങ്ങനെയാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിതാ ജിംനിയിലാണ് കേട്ടോ പോകുന്നത്. എനിക്ക് കൂടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ ജിംനി എടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ ട്രിപ്പ് ഇതിലാക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് എന്നതാ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ കൂടെ യാത്ര ചെയ്ത ആ ഒരു ഫീല് കിട്ടും എന്നാണ് നമ്മളൊരു വിശ്വാസം. ഓക്കെ, ഹലോ ഹലോ. അപ്പൊ നമ്മൾ പുറപ്പെട്ടു അല്ലേ? നമ്മൾ ആരൊക്കെ പുറപ്പെട്ടത്? ഒരാളില്ല. നമ്മള് കിയാനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് കിയാൻ ഇല്ലാത്തൊരു ട്രിപ്പ് അല്ലേ? അതായത് കിയാൻ അവിടെ സേഫ് ആണ്. അങ്ങനെയല്ല, കിയാൻ അവിടെ ഹാപ്പിയാണ്. കിയാൻ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ആളെ അവിടെ നിർത്തിയിട്ട് ഞങ്ങള് കിയാനെ സോപ്പിടാൻ വേണ്ടി ഒരു ടോയ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു റോഡ് ട്രിപ്പ് നമ്മളിങ്ങനെ വിചാരിച്ചതായിരുന്നു. ഇതിപ്പോ പെട്ടെന്നാണ് പിന്നെ തീരുമാനമായത് അല്ലേ? എന്താന്ന് വെച്ചാല് ഈ കുട്ടികളെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന്, അതായത് ഒരാള് സ്റ്റേറ്റ് സിലബസും ഒരാള് CBSE ആണ്. അതെ, അപ്പൊ ഒരാളത് കഴിയുമ്പോ ഒരാൾ എക്സാം കഴിയുമ്പോ അടുത്ത ആൾ തുടങ്ങും. അങ്ങനെയാണ്. പിന്നെ അത് കഴിയുമ്പോ മദ്രസയിൽ എക്സാം. അങ്ങനെ ആയിട്ട് ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ഇന്നലെ തീരുമാനിച്ച് ഇന്ന് രാത്രി പോവാന്ന്. അങ്ങനെയാണ് ഇറങ്ങിയത് അല്ലേ? അപ്പൊ എങ്ങട്ടാ പോണത് എന്നുള്ളത് പറയേ. നല്ല വെയിലൊക്കെ കൊള്ളണ്ട. നമ്മള് മഹാബലിപുരത്തേക്കും പോണ്ടിച്ചേരിക്കുമാണ് പോകുന്നത്. മഹാബലിപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ ഇന്ത്യയിലൊരു ഒരു ഒരു ക്ഷേത്രങ്ങളുടെ ഒരു നഗരമാണ്. അവിടെ AD 700-800 കാലഘട്ടത്തിലുള്ള നല്ല രസമുള്ള, ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, നല്ല രസമുള്ള. ഏത് എന്താന്ന് വെച്ചാൽ മഹാബലിപുരത്തേക്കല്ല ഞങ്ങള് പോണത്, ബീച്ചിക്കല്ലോ എന്നാണ് അവിടെ ബീച്ചാണ് മഹാബലിപുരം എന്ന് പറഞ്ഞാൽ ബീച്ചിനാണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണ്ടിച്ചേരി പോകണം, അതും ബീച്ചാണ് കേട്ടാ. അപ്പൊ
അപ്പോൾ കുറേ പഴക്കമുള്ള ഒരു എന്താണ് ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയുള്ള അല്ലെ, ആർക്കിടെക്ചർ ഭയങ്കര രസമുള്ള സ്ഥലമാണ്, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇഷ്കാക്ക ഓൾറെഡി പോയതാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് അല്ലേ. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഏകദേശം 600. പിന്നെ ഈ ട്രിപ്പിന്റെ പ്രത്യേകത എന്താ പറയാ, എല്ലാ ട്രിപ്പ് നമ്മള് രാവിലെ എണീറ്റാ പോയത്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ രാത്രി പോണ ട്രിപ്പ് അല്ലേ. അതെ അതെ, അത്രയും ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക് വേണ്ടത്. അപ്പൊ രാത്രി കുറച്ച് നേരത്തെ പുറപ്പെട്ടാല് ഉറങ്ങാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് പുറപ്പെടാം. സത്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ ട്രിപ്പ് ഇഷ്ടമായി, രാത്രി പോക്ക്. ഈ രാവിലെ എന്തൊക്കെ ആയാലും എണീറ്റ് ആ ഒരു ഉറക്കത്തിന്റെ ഉണ്ടാവില്ലേ. അതിനിപ്പോ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതും ഇഷ്ടം ഉണ്ടാവില്ല, ഡ്രൈവ് ചെയ്യണം. പക്ഷെ എന്നാലും എനിക്ക് രാത്രിത്തെ യാത്ര ഇഷ്ടമാണ് പൊതുവെ. രാത്രി സ്ഥലങ്ങള് അധികം കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇനി കാണാം. ശരി, അങ്ങനെയൊക്കെ ഉണ്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള സംഭവം. നമ്മളിതാ കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തു. അപ്പോൾ ഒരു കോഫിയോ ചായയൊക്കെ കുടിക്കാനൊരു പൂതി. അങ്ങനെ ഇതാ ഇവിടെ വഴിയിൽ നിർത്തിയതാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. നല്ല തിരക്കില്ല റോട്ടിലൊക്കെ. കോയമ്പത്തൂർ റോഡല്ലേ, നല്ല കാറ്റില്ലേ, പാലക്കാടൻ കാറ്റ്. യെസ്, അതെ. റൂം ഉണ്ടെങ്കിൽ റൂം എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് പോവാ. കെൻസും കൈഫൊക്കെ ഉറങ്ങി. ഓക്കെ, ഇവിടെ മൊത്തം ഹോട്ട് ചിപ്സ് ആണ്, ചൂടുള്ള ചിപ്സ്. കൊറേ ഷോപ്പ് ഇപ്പൊ നമ്മള് കണ്ടില്ലേ. അതെല്ലാം രാത്രിയായിട്ട് ഓപ്പൺ അല്ലേ. കുറെ ആൾക്കാർ കഴിക്കുന്നുണ്ടാവും മറ്റേ കോഫി. എല്ലാത്തിലും കോഫി ഉണ്ട്, കോഫി ടീ. യാത്രക്കാരൊക്കെ കോഫി അങ്ങനെ. നമ്മൾ ഇല്ല നമ്മൾ എവിടെ എത്തി കറക്റ്റ്? നമ്മള് ഇപ്പം കോയമ്പത്തൂർക്ക് 20 കിലോമീറ്റർ, 2.5 മണിക്കൂറുണ്ട് അല്ലേ. റോഡ് നന്നായാലേ എത്ര പെട്ടെന്ന് സംഭവം. അതെ, ഇനി നമ്മള് റൂം നോക്കുക അല്ലേ. നെക്സ്റ്റ് അടുത്ത റൂമില് കേറാല്ലേ. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ റൂം. പൊതുവെ നമ്മള് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വരാറുള്ളത്. ഇത് ഇപ്രാവശ്യം എന്താണ് വേറെ തന്നെയാണ്. നമുക്ക് എവിടെയാണോ എത്തണേ അവിടെ റൂം എടുക്കാന്നുള്ളൊരു ഇതിലാ വന്നത്. റൂം എടുക്കാന്നുള്ളതില് നമുക്ക് ഏകദേശം 600 കിലോമീറ്ററിലധികം അല്ലേ. പകുതി കുറച്ച് രാത്രി ഡ്രൈവ് ചെയ്യാം, ബാക്കി രാവിലെ. അപ്പൊ ഒരു ബ്രേക്ക് കിട്ടുമ്പോ അതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെയാണ് നമ്മൾ രാത്രി പുറപ്പെട്ടത്. ഇത് നമ്മൾ പോയി വന്നു കഴിഞ്ഞാലാണ് പിന്നെയും പോണം തോന്നുന്നു. കുട്ടികളൊക്കെ നല്ല ഉറക്കായിട്ടാ. കേശു ഇറങ്ങി, കെൻസും കൈഫൊക്കെ ബാക്കിൽ ഉറങ്ങി. അവിടെ കിയാനോ ഉറങ്ങിയിട്ടുണ്ടാവും. കിയാനെ വിളിച്ചു നോക്കിയപ്പോ കിയാന് കുഴപ്പമൊന്നുമില്ല, ആള് നല്ല ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മക്കാണ് ഇടങ്ങേറ്, കിയാനക്ക് പ്രശ്നമില്ല. ഇപ്പോൾ സമയം രാത്രി 1:30. റോഡിലെ തിരക്കൊന്ന് നോക്കട്ടാ. ഇതൊന്നും കാണില്ല, ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചും കൂടി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ റൂമൊന്നും കാണില്ല. കുറേ യാത്ര ചെയ്തതിന് ശേഷം അവസാനം നമ്മളൊരു റൂം കണ്ട് അവിടെ അങ്ങോട്ട് നിർത്തിയിട്ടോ. എന്താണ് ഏതാതൊന്നും നോക്കിയില്ല. എന്താന്ന് വെച്ചാൽ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഉറങ്ങുകയാണ് ഫ്രണ്ട്സ് ആയിട്ടില്ലേ.
നമുക്കൊരു റൂം കിട്ടി. റൂം വന്ന് നോക്കിയിരുന്നോ? ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ ഇതാ നമ്മൾ രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെടുകയാണ്. ഇന്നത്തെ റൂം ഏതായാലും നമുക്ക് അത്ര തൃപ്തിയായില്ല അല്ലേ അല്ലേ? എല്ലാവർക്കും നന്നായിട്ട് വിശക്കണുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ തന്നെ നിർത്തിയിട്ടുണ്ട്, ശരവണ ഭവൻ. നമ്മൾ പൊങ്കൽ, പിന്നെ നെയ് റോസ്റ്റ്, മസാല ദോശ അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. ഞാനൊരു പൊങ്കലിൻ്റെ ഫാനാണ്. ഈ ഒരു റൂട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ പൊങ്കൽ തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ചെക്ക് ഔട്ട് ചെയ്തു. എങ്ങനെ ഉണ്ടായി ഇന്നലത്തെ റൂം? എല്ലാവർക്കും ഇഷ്ടമായ? സത്യം പറഞ്ഞ കുട്ടികൾക്കും എല്ലാവർക്കും അത് തീരെ ഒരു സുഖമായില്ല അല്ലേ? പിന്നെ നമ്മളിനി വേറെ നമ്മൾ 1:30 മണിയായി. അപ്പൊ പിന്നെ ഇനി വേറെ കിട്ടൂലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതെടുത്തതാണ്. പക്ഷെ ബാത്റൂം ഒന്നും പോരാ, ഒരു തീരെ നീറ്റില്ല, തീരെ പോരല്ലേ കേശ? അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ ശരവണ ഭവനിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പൊങ്കലൊക്കെ കഴിച്ചു. പിന്നെ കുഴപ്പമില്ല, അതെ അവിടെ പിന്നെ ഫുൾ നീറ്റാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഇനി നേരെ മഹാബലിപുരം, നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ടേക്കാണ് പോണത്. ഒരു 7.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമുക്ക് അല്ലേ? നമ്മൾ ഏകദേശം എത്തുമ്പോ എത്ര മണിയാവും? 5 മണി. അതുവരെ 3:50 ആയിരുന്നു. കുറച്ചു നേരം വൈകിയില്ല ഭക്ഷണം കഴിക്കാൻ. അതെ, ഇനി 5 മണിയാവുന്ന പറയണത് എത്താന്. ഓക്കെ, പോയോക്കാം. നമ്മള് പിന്നെ ആദ്യം പോണത് ഇവിടെ മഹാബലിപുരം ഷോർ ടെമ്പിൾ ഉണ്ട്. ഷോർ ടെമ്പിൾ അവിടെ ഏറ്റവും നല്ലത്. ഇവിടെ നോക്കി നമ്മളെ അറൈവൽ ടൈം നോക്കി 5 മണിയാണ് കാണിക്കുന്നത്. 5 മണിക്കാണ് ഷോർ ടെമ്പിളിൽ എത്തുക. അപ്പോൾ 5 മണി ഈ ഷോർ ടെമ്പിൾ ഏറ്റവും പോകാൻ നല്ലത് ഒന്നുകിൽ നമ്മൾ ഈ വൈകുന്നേരം അല്ലെങ്കിൽ സൺറൈസിൻ്റെ സമയത്താണ് നല്ലത്. അപ്പം നമുക്ക് വൈകുന്നേരമല്ലേ 5 മണിക്കല്ലേ എത്തുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ ഷോർ ടെമ്പിളിലേക്ക് തന്നെ പോവാണ് നല്ലത്. അപ്പോൾ ഇന്ന് ഷോർ ടെമ്പിൾ തീർക്കാന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിന്റെ ഉച്ചക്കുള്ള ഭക്ഷണം കൂടി കഴിക്കുമ്പോൾ സമയം എത്ര ആവും? അതായത് ഷോർ ടെമ്പിൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള എൻട്രൻസ്. അപ്പൊ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ നമ്മൾ 6 മണിന്റെ മുമ്പ് എത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ നാളെ പോകണം, ഒന്ന് പോയിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും അല്ലേ? കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓടിയാണ്ട് പിടിക്കാം. 5 മണി എന്നുള്ളത് ചിലപ്പോ ഒരു 4 ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ടൈമാണ്. ഈ സമയം തന്നെ നല്ലത്. പക്ഷെ ഫുഡ് ഇടക്ക് വരുന്നുണ്ടാണ്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും സമയം എടുക്കും. പിന്നെ നമ്മള് കുറച്ച് ഇതൊക്കെ കൊടുന്നില്ല, ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ. ഇഷ്കൊക്കെ ക്ഷണിച്ചപ്പോഴേ ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ച്. ഇനിയിപ്പോ ഇന്ന് എത്തുമെന്നാവോ? ഇഷ്കാരെ ഓരോ പറപ്പിച്ചു വിടൊന്നുമില്ല. ഞാൻ ഓൺലി സേഫ് ഡ്രൈവിംഗ്. ഒന്നാമത്തെ എന്താ പറയുക, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവരൊക്കെ പറയും അല്ല എന്നാ പിന്നെ ഇനി ഇപ്പോഴൊന്നും എത്തൂല, ലോറിന്റെ പിന്നിലൊക്കെ നിൽക്കുള്ളൂ എന്നൊക്കെ പറയും എന്നെ പറ്റിട്ട്. ഇനി ഞാൻ തരുമ്പോൾ 5 മിനിറ്റ് സേവ് ചെയ്തു. എന്തൊക്കെ കറിയാ? ഫിഷ് കറി? അത് ചിക്കന്, ഫിഷ്, മട്ടൺ. ചിക്കൻ കറി ഉണ്ട്, ഫിഷ് കറി വരുന്നുണ്ട്,
ഇതെന്ത് സാധനം? മൗണ്ടെയിൻ. എല്ലാരും മൗണ്ടൻ ആൾക്കാരാ? ഒന്നാലേ പറ്റുള്ളൂ. ഓക്കെ, നോർമൽ ഫുഡ് ഓർ ജങ്ക് ഫുഡ്? നോർമൽ ഫുഡ്. Junk food. സിറ്റി ഓർ വില്ലേജ്? സിറ്റി. ഞാനും സിറ്റിയാ. നാഷണൽ ഓർ ഇന്റർനാഷണൽ? International. കാർ ഓർ ബൈക്ക്? Car. ഓക്കെ. ഇതിലൊക്കെ കവറിലാക്കി വെച്ചിട്ട് നോക്കിയേ, കണ്ടാ? നമ്മൾ 5 മണിക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ ലഞ്ച് കഴിക്കാനൊക്കെ കയറിയപ്പോൾ നമ്മളെ ടൈം മാറി. ഇപ്പോൾ ഒരു 6-6:30 ആയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മളിതാ മഹാബലിപുരം എത്തി. ഇവിടെ സൈഡിൽ ഇങ്ങനെ കുറേ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഇതാ നമ്മളെ ആ ഒരു ഷോ ടെമ്പിളിൻ്റെ നൈറ്റ് വ്യൂ കാണാമെന്ന് വിചാരിച്ചിട്ട് അതിന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ഈ ട്രിപ്പ് വന്നിട്ട് 2-3 മാസമായിട്ടോ. ഇപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. പിന്നെ ഈ ഒരു ടൈമിൽ നല്ലോണം ഇവിടെ കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഷോ ടെമ്പിളിൻ്റെ ഈ ഒരു നൈറ്റ് വ്യൂ അടിപൊളിയാണ്. നമ്മൾ രാവിലെ ഏതായാലും ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. ഇവിടെ കുറച്ച് ടൈമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നേരെ ഇതാ ബീച്ചിലേക്ക് പോവുകയാണ്. ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഒരു സ്ട്രീറ്റ് പോലെയാണ്. അപ്പോൾ അത് കണ്ട് അവിടുന്ന് ഇതാ കേഷ്യ ബീച്ച് ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയത് കണ്ടപ്പോൾ ആൾക്ക് ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞ് പിന്നെ കെൻസും കൈഫും ഒക്കെ ഓരോരോ കുഞ്ഞി ടോയ്സൊക്കെ വാങ്ങി നമ്മളിതാ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇതാ കുറേ ടൈപ്പ് ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞണ്ട്, പിന്നെ വലിയ വലിയ ഫിഷ് ഒക്കെ. അപ്പോൾ നമ്മളിതാ കുറച്ച് ഞണ്ട് ഫ്രൈ ചെയ്തത് വാങ്ങി. എന്നിട്ട് ഇവിടെ ബീച്ചിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങളുടെ കണ്ടിട്ടില്ല. ആദ്യം കാണണേ അല്ല കടലിന്റെ അടുത്ത് അവിടെ ആണെങ്കിൽ വേണം. കുട്ടികളിതാ നല്ല കളിയായിരുന്നു കേട്ടോ. അവർ കുഴിയൊക്കെ ഉണ്ടാക്കി ബീച്ച് ടോയ്സ് ഒക്കെ വെച്ചിട്ട് നല്ല കളിയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇതാ കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. കേശിനെയൊക്കെ മനസ്സിലായി, കേശ എന്ന് വിളിക്കുന്നത് കണ്ടപ്പോഴോ അവർക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ടൈം അവരെ കൂടെ ഇരുന്ന് കളിച്ചു. അങ്ങനെ ഇതാ ഇന്നത്തെ റൂം കണ്ടുപിടിക്കലാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഓൺലൈനിലൂടെ ഒന്ന് ഇപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരെ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതൊരു റിസോർട്ടാണ്. ഇവിടെ ഇതാ ഇങ്ങനെ കുറേ കോട്ടേജസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് കോട്ടേജ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് നടക്കാനുള്ള സ്പേസും ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഏതായാലും ഇന്നത്തെ രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ സ്റ്റേ. പിന്നെ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോവും. അപ്പോൾ കുട്ടികളൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അതായത് ഇന്നലത്തെ റൂമിൻ്റെ ക്ഷീണം മാറി, ഇന്ന് കുഴപ്പമില്ലാത്ത നല്ല റൂം കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. ഇവിടെ ഇതാ ഒരു ഹാളുണ്ട്, പിന്നെ 2 ബെഡ്റൂംസാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരു മിനി കിച്ചൺ പോലെ ഒരു സംഭവമുണ്ട്, കണ്ടില്ലേ? അതാ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. പിന്നെ നെക്സ്റ്റ് ദാ ഇപ്പുറത്തും ഒരു ബെഡ്റൂമുണ്ട്.
വാങ്ങിയേ? റൂമൊക്കെ കിട്ടി ഒന്ന് സെറ്റായി പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള KFCയിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഫുഡ് കഴിച്ച് റൂമിലെത്തി. പിന്നെ ഇതാ ഇവിടെ പുറത്തൊക്കെ കുറച്ച് ടൈം ഒന്നിങ്ങനെ നടന്നതാണ് കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഇതാ രാവിലെ നമ്മളെ ലഗേജും അതായത് സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മഹാബലിപുരത്തെ വലിയൊരു അട്രാക്ഷനിലൊന്നായ ഷോർ ടെമ്പിളിലാണ്. ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ വന്നിരുന്നു അല്ലേ? നൈറ്റ് വ്യൂ കണ്ട് ഒന്നും കൂടി രാവിലെ വരാന്ന് വിചാരിച്ചതാണ്. കുറച്ചും കൂടി നേരത്തെ വരണം ശരിക്കും ഇവിടേക്ക്, എന്നാലാണ് ആ സൺറൈസിന്റെ സമയത്ത് വരാന്നൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായെങ്കിലും അത് നടന്നില്ല. കുട്ടികളെല്ലാരും കൂടി ആയിട്ട് ഒരുങ്ങി എത്തിയില്ല. എന്തായാലും നമ്മളൊരു 8 മണി 8:30 ആകുമ്പോഴേക്ക് എത്തി. അപ്പോ ഇത് ഏകദേശം 1400 കൊല്ലം പഴക്കമുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ AD 7-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് 7 ഇങ്ങനത്തെ സ്തൂപങ്ങൾ 7 പഗോഡാസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ബാക്കി 6 ഇപ്പൊ കാണാനില്ല, കാലങ്ങളായിട്ട് കാണാനില്ല. കടലിലാണ് എന്നാണ്, കടലിൽ താഴ്ന്നു പോയി അല്ലെങ്കിൽ കടൽ ഇങ്ങോട്ട് കയറിയപ്പോൾ അത് അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാട്ടിൽ സുനാമി ഉണ്ടായില്ലേ, ആ സമയത്ത് ഈ സുനാമി ഉണ്ടാകുന്നതിന് മുമ്പ് കടല് ഉൾവലിയല്ലോ, ചിലപ്പോൾ 1-2 കിലോമീറ്റർ ഒക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇതിന്റെ ബാക്കി 7 ബാക്കി 6 ഉണ്ടാവുക, 7 പഗോഡാസ് ആണുള്ളത്. ബാക്കി 7 അവശിഷ്ടങ്ങൾ കടലിലുണ്ടായിരുന്നു. അതായത് അന്ന് നമ്മൾ ആ നാട്ടുകാർ വിശ്വസിച്ചിരുന്ന ബാക്കി കടലിലുണ്ട് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കടലിൽ ഇതിന്റെ റെമനൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വീണ്ടും കടൽ വന്നു. ഇവിടെയൊക്കെ സുനാമി അടിച്ചതിന് എന്തൊക്കെ കേടുപാടൊക്കെ പറ്റിയെന്ന് പറഞ്ഞിരുന്നു. ഇവിടെയൊക്കെ വെള്ളം വന്നിരുന്നു. Each one. അതാ വേണ്ടി ഇങ്ങനെ 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 വഴിയിലൊക്കെ ടോയ്സ് ഉണ്ട്. എല്ലാ ടോയ്സും ഇവർക്ക് വേണം. 2 കൈ ഉണ്ടോ? ഇത് വിടും. 2 കൈ ഉണ്ടോ? ആ വെക്ക് ഞാൻ മറക്ക്. ഇതാണ് അർജുനാസ് പെനൻസ്. അർജുനാസ് പെനൻസ് അതായത് പിന്നെ അർജുനന്റെ തപസ് എന്നാണ് അതിന്റെ അർത്ഥം ഈ പാറന്റെ. ഇതും ഈ നേരത്തെ പറഞ്ഞ പല്ലവ ഡൈനാസ്റ്റിയിലുള്ളതാണ്. അവരുടെ കലന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് പറയും. ഇതിന് പ്രത്യേകത ലോകത്തിൽ തന്നെ ഒറ്റക്കല്ലിലുള്ള ഏറ്റവും വലിയ ശില്പം എന്ന് പറയാം. പക്ഷെ ഇത് 2 കല്ലാന്ന് തോന്നുന്നുണ്ട്. അത് 2 കൂടി ഒറ്റക്കല്ലിൽ തന്നെ ഏറ്റവും വലിയ ശില്പമാണത് കേട്ടാ. ഇതും ഈ നേരത്തെ പറഞ്ഞ പോലെ 1400 വർഷം പഴക്കമുള്ള പല്ലവ ഡൈനാസ്റ്റിയിലുള്ളതാണ്. ഈ ചിത്രം ചിലപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മോഡിയും ചൈനയിൽ നിന്ന് വന്നൊരു അവരുടെ ആളും കൂടി ഇവിടെ നിന്നുകാണ്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഒരു ഫോട്ടോ ഉണ്ട്. അതെന്തുകൊണ്ടാണ് ചൈനക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വെച്ചാൽ ഇത് വേൾഡ് ഫേമസ് ആണ്. അത്രയും ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഈ ഒരു ശില്പങ്ങളിലൊന്നാണ്. ഇതിൽ നടുവിലൊരാളെ കണ്ട ഒരു സൂം ചെയ്ത് കാണിച്ചു അങ്ങനെ. അതാണ് അർജുനൻ. നമ്മളെ മഹാഭാരതത്തിലുള്ള പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ അർജുനന്റെ
കഠിന തപസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ എന്തോ ഒരു സ്റ്റോറിയാണത്. അതാണ്. എന്നിട്ട് ആ തപസ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാരാണ്. അതുപോലെ തന്നെ പിന്നെ അല്ലെങ്കിൽ ഈ ഒരു ഇതാണ് ഈ ഗംഗാനദി സ്വർഗത്തിലായിരുന്നല്ലോ പണ്ട്. അപ്പൊ അതിനെ ഭൂമിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗീരഥൻ ചെയ്ത വലിയ തപസ്സിനെ സൂചിപ്പിച്ചുകൊണ്ടും ഇതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ട്രക്ചറുകളിലൊന്നാണ് മഹാബലിപുരം. ഇപ്പൊ മോഡി ഇവിടെ വന്നോട് കൂടിയിട്ട് ഇത് വേൾഡ് ഒന്നും കൂടി ഭയങ്കര ലോകശ്രദ്ധ വന്ന കുറേ ഫോറിനേഴ്സും ഇതൊക്കെ ഇങ്ങോട്ട് കാണാൻ വരുന്നുണ്ട്. ഈ മഹാബലിപുരത്ത് ഇങ്ങനത്തെ കുറേ കല്ലുകളുണ്ട് അല്ലേ? ശ്രദ്ധിച്ചാൽ കടൽ തീരത്തൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ കല്ലുകൾ അല്ലേ? ഇതുണ്ടാ ഈ ഒരു കല്ല് തുറന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു കല്ലാണ്. കല്ല് തുറന്നിട്ടാണ് ഇതിങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു കല്ലാണ്. ഈ കല്ലിങ്ങനെ ഓട്ടാക്കി തുറന്ന് തൂണും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് വേറെ വേറെ പീസല്ല, ഒക്കെ ഒരു കല്ലാണ്. അത് ഏത് കാലത്ത് 1400 കൊല്ലം മുമ്പ് അല്ലേ? ഇതൊക്കെ ആക്കണമെങ്കിലുള്ള അധ്വാനം എന്തായിരിക്കും? കൈകൊണ്ട് ഇങ്ങനെ കൊത്തി എടുക്കാൻ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ അടുത്തടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഓരോ പോയിന്റും നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പം നമ്മളുടെ അടുത്ത സ്പോട്ടിലേക്കാണ് ഇനി പോണത്. ഇതാണ് നമ്മുടെ കൃഷ്ണാസ് ബട്ടർ ബോൾ. ബട്ടർ ബോൾ എന്ന് പറയാൻ കാരണം നമ്മളെ ഭഗവാൻ കൃഷ്ണന് സ്വർഗത്തിൽ നിന്ന് കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണല്ലേ, അത് താഴേക്കിട്ട ഒരു വെണ്ണക്കല്ലായിട്ടാണ് പലരും ഇത് സങ്കല്പിക്കുന്നത്. ഇതിന്റെ ഒരു ഇൻക്ലിനേഷൻ കണ്ട് ഒരു ഇറക്കാണ്. അത്യാവശ്യം ആ കുട്ടികളൊക്കെ സ്ലൈഡ് ചെയ്ത് വരുന്നൊക്കെ അത്രയും ഇറക്കാണ്. എന്നിട്ടും ആ ബോള് അത് അവിടെ ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ 1400 കൊല്ലം മുമ്പ് എങ്ങനെ ഉണ്ട്, അതിന് മുമ്പുള്ള എന്താണെന്ന് അറിയില്ല. നമ്മൾ നേരത്തെ ഇതുണ്ടാക്കിയ മറ്റുള്ള ആ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഇതുണ്ട്. അപ്പൊ ഇതൊരു ബോള് പോലെയാണ്, പക്ഷെ അത് വീഴുന്നില്ല. ആ രാജാവിന്റെ കാലത്ത് തന്നെ ഇത് മാറ്റാൻ ഒരു ശ്രമം നടന്നു, പക്ഷെ അത് വിജയിച്ചില്ല. അതൊക്കെ കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 1908 അതായത് 100 കൊല്ലം മുമ്പ് 110 കൊല്ലം മുമ്പ് ഇവിടുത്തെ ഗവർണർ, ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഗവർണർ ഈ ബോളിനെ സേഫ്റ്റി കണക്കിലെടുത്ത്, കാരണം ഇത് വീണ് താഴെയുള്ള ആൾക്കാരെ മേത്തൊക്കെ വീഴുമെന്ന് വിചാരിച്ചിട്ട് സേഫ്റ്റി കണക്കെടുത്തിട്ട് 12 ആനകളെ വെച്ചിട്ട്, 12 കറക്റ്റ് അറിയില്ല, ആനകളെ വെച്ചിട്ട് വലിച്ച് താഴേക്കിടാൻ നോക്കിയിട്ടും അത് വീണിട്ടില്ല. ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ്. നല്ല രസമുണ്ട് സംഭവം കാണാന്. പിന്നെ എന്താണ് അതിന്റെ ടെക്നിക്ക് എന്നുള്ളത് അറിയില്ല. സയന്റിഫിക്കലി പറയണത് അത് ഇങ്ങനെ കാലം കൊണ്ട് ഇങ്ങനെ കാറ്റും ഇത് പല പ്രകൃതി പ്രതിഭാസങ്ങളും കൊണ്ടൊക്കെ അങ്ങനെ ആയി വന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലർ പറഞ്ഞ അതിന്റെ ഷേപ്പ് നമ്മൾ വെറുതെ ഒരു ബോളായിട്ട് കാണുന്നത്, പക്ഷെ അതിന്റെ സൈഡ് വ്യൂ പോയി നോക്കിയാൽ കാണാം നമ്മളുടെ ഒരു ചിക്കൻ സോസേജ് ഇല്ലേ, അതിന്റെയൊക്കെ ഒരു കാൽ ഭാഗം നമ്മൾ മുറിച്ച് വെച്ചാൽ ഒരു ഓവൽ ഷേപ്പ്, ഓവൽ എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ബാക്കിൽ ഒരു കട്ട് ചെയ്ത പോലെയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഷേപ്പിന്റെ പ്രത്യേകത കൊണ്ടും അതിന്റെ സെന്റർ ഓഫ് മാസും ഗ്രാവിറ്റിയും തമ്മിലൊരു ഭയങ്കരമായ ഒരു ബാലൻസിങ്ങും കൊണ്ടാണ് ഇത് നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും അതൊരു ഇപ്പോഴും അതിന്റെ ചുരുളഴിയാത്ത ഒരു രഹസ്യം ഇതിന്റെ പിന്നിലുണ്ട്. കാലങ്ങളായിട്ട് മനുഷ്യരിങ്ങനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്റർ മോഡി ഇവിടെ വന്നിട്ടും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊക്കെ അന്ന് വലിയ ഫേമസ് ആയതായിരുന്നു ഇവിടെ വന്ന സമയത്ത്. ഇതാണ് നമ്മുടെ ബട്ടർ ബോൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ നമുക്കൊരു ബോൾ പോലെ ആണെങ്കിലും ഒരു സെമി ഓവൽ ഷേപ്പ് ആണ്. സൈഡിൽ നിങ്ങൾ വന്നോക്കെ അതിന്റെ ഒരു ഇത് നോക്കി, ഒരു സോസേജ് അതിന്റെ ടിപ്പ് കട്ട് ചെയ്ത് വെച്ച പോലെ. അപ്പൊ അതിന്റെ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നോണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ 12 ആനകൾ വലിച്ചിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ രസം അല്ലേ? എങ്ങനെയാണെന്നുള്ളത് അതാണ് അതിന്റെ അത്ഭുതം. എനിക്ക് മഹാബലിപുരത്ത് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം രസമാണത്. ഇത് ശരിക്കും ഫ്രണ്ടിൽ നിന്ന് ഒരു ബോൾ പോലെ തോന്നുക, പക്ഷെ സൈഡിൽ നിന്ന് ബോളേ അല്ല,
അതെ ഒരു പാറക്കഷ്ണം. ഇതിന് അടി നോക്ക്, ഇത് അടി നോക്ക്. ഇവിടെ നമ്മളെല്ലാവരും കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുട്ടികൾക്ക് നല്ല രസമായിരുന്നു. ഇങ്ങനെ ഓരോ ഗുഹ പോലെ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകലും കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ടൈമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഇതാ ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പഞ്ചരദാസും കൂടി കണ്ട്. ഇതും നല്ല ഭംഗിയുള്ള സ്ട്രക്ചറാണ്. കൈപ്പത്തിരി ഇതാരാ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. അവർ മെഷീൻ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ വീണ്ടും യാത്രയിലാണ്. മഹാബലിപുരത്ത് നിന്ന് സംഭവങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ കുറേ ഹിസ്റ്റോറിക് സംഭവങ്ങളും എല്ലാതും കണ്ടതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല അടിപൊളി ഒരു നാടൻ ചോറും ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇപ്പതാ തിരിച്ചു പോവാണ്. എങ്ങോട്ടാ പോണത്? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പോണ്ടിച്ചേരി ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഒരു വെതർ അലർട്ട് ഉണ്ട്. ഒരു സെനിയർ സൈക്ലോണ്, ഒരു ചുഴലിക്കാറ്റ്. ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇന്തോനേഷ്യയിലൊക്കെ വലിയ നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിയ സംഭവം നമ്മളുടെ പോണ്ടിച്ചേരിക്ക് എത്തി ഇന്നലെ രാത്രി. അപ്പോൾ അവിടെ കുറച്ച് കാറ്റും മഴയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ അത്യാവശ്യം നല്ലൊരു വെതർ വാർണിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇപ്പം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. സാധാരണ ഇതിൽ ഇങ്ങനെ വെതർ വാർണിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ യാത്രകളൊന്നും ചെയ്യരുത് എന്നാണ്. പക്ഷെ ഓൾറെഡി നമ്മൾ പുറപ്പെട്ട് പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും അവിടെ പോവാം അല്ലേ, പോയി നോക്കാന്ന് വിചാരിച്ചു. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. വാർണിങ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ സ്കൂള് കോളേജൊക്കെ ക്ലോസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്യാവശ്യം എങ്ങനെ ഉണ്ട് എന്നുള്ള നമുക്ക് അറിയില്ല. എന്തായാലും പോയി നോക്കാന്ന് വിചാരിച്ചു. കാരണം ഇവിടുന്ന് 1.5 മണിക്കൂർ ദൂരേ ഉള്ളൂ. അപ്പം ഏതായാലും ഇതുവരെ വന്നതല്ലേ അല്ലേ, പോയി നോക്കാം. പിന്നെ ഇവിടെ നമ്മള് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോ അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു പോയിക്കോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പോയി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, അപ്പൊ നമ്മളിതാ പോണ്ടിച്ചേരിക്കുള്ള വഴിയിലാണ്. 4:15 ആകുമ്പോ ഇൻഷാല്ലാ അവിടെ എത്തും എന്നുള്ളതാണ്. ഈ ഒരു ലോങ് റോഡ് ട്രിപ്പ് എന്ന് പറയല, നമ്മളെ ട്രിപ്പിനെ പറ്റിയില്ല. കുറെ ഡ്രൈവ് ചെയ്ത്, കുറെ ഞാൻ ഡ്രൈവ് ചെയ്ത്, കുറെ റിച്ച് ഡ്രൈവ് ചെയ്ത്. അപ്പൊ എന്താണ് അഭിപ്രായം? യാത്ര ഇങ്ങനെ പോണത് ആദ്യമായിട്ടല്ലേ? ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ മുമ്പ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോകലുണ്ട്. ട്രിപ്പിനെ സംബന്ധിച്ച് എന്താണ് രസമുണ്ട്? രസമുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ പോണതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു ഉപ്പുപാടങ്ങളുള്ള സ്ഥലം, എന്തായിട്ട് മറക്കാനം അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണല്ലേ, അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. അവിടെ നല്ല രസമാണെന്ന് കാണാന്. നമ്മളെ നാട്ടിൽ കാണാത്തൊരു കാഴ്ചയാണ് ഉപ്പ് ഉണ്ടാക്കുന്നത് അല്ലേ. കടൽ വെള്ളം ഇങ്ങനെ ഒരു വലിയൊരു പാടത്തേക്കോ എന്തോ ഇതിലേക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവിടെ സൺലൈറ്റിൽ അത് ഡ്രൈ ആക്കുക. അപ്പൊ ഉപ്പ് ഇങ്ങനെ അടിയും. അതാണ് അതിന്റെ സംഭവം. അവിടെ ഇല്ല, അതെങ്ങനെ നമുക്ക് അവിടെ ഇറങ്ങാനൊക്കെ പറ്റും? അതൊരു ഓപ്പൺ സ്പേസിലേക്ക് ഒരു ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇവിടെ ഉള്ള നമ്മുടെ നാട്ടില് നെല്ലൊക്കെ കൃഷി ചെയ്ത് കിടക്കണ പോലെ പോകുന്ന വഴിയിലാണ് നമ്മള് കാണാത്തൊരു കാഴ്ച. നല്ല രസം, വെള്ള കളറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ ഈ മറ്റേ നെൽപ്പാടൊക്കെ കിടക്കണ പോലെ ഇവിടെ ഉള്ളൊരിത് ഇത് വലിയ സംഭവമല്ല. പക്ഷെ നമ്മള് കാണുമ്പോ ഒരു രസമാണ്. ക്യാമറ നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. റോഡ് കുറച്ചൊരു ഇതുണ്ട്. പക്ഷെ
എനിക്ക് തോന്നുന്നു അത്ര അറിയില്ല എന്നുള്ള. 1.5 മണിക്കൂറാണ് ഇവിടുന്ന് മഹാബലിപുരത്ത് നിന്ന് പോണ്ടിച്ചേരിക്കുള്ളത്. നമ്മളിപ്പോൾ ആ ഒരു റൂട്ടിലാണ്. നല്ല മഴ എന്നൊക്കെ ഉണ്ടല്ലേ പറയണത്. ഇന്നിപ്പോ ഏതാ ഫ്രൈഡേ, നല്ല മഴ എന്നല്ല പറയണത്. ഫ്രൈഡേ സാറ്റർഡേ ആണെങ്കിൽ മഴയും കാറ്റും നന്നായിട്ടുണ്ടാവും, നല്ല കാറ്റുണ്ടാവും പറഞ്ഞു. കടൽക്ഷോഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോണ്ടിച്ചേരിയില് നമ്മള് പോയില്ലേ മറ്റേ അല്ല പോണ്ടിച്ചേരിയില്ല, മഹാബലിപുരത്തും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിന്റെ ഈ സെനിയാർ സൈക്ലോണിന്റെ കാറ്റ് തന്നെയാണെന്നാ പറഞ്ഞത്. പക്ഷെ അവിടെ മഴ ഉണ്ടായില്ല, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോണ്ടിച്ചേരിയിൽ കുറച്ചുകൂടി സിവിയർ ആയിട്ടുണ്ട് എന്നുള്ളതും ഒക്കെയാണ്. ഇവിടെ വെതർ വാർണിംഗ്സ് ഒന്നും ഇല്ല മഹാബലിപുരത്ത്, മറ്റടുത്താണുള്ളത്. അപ്പോൾ ഇതാണ് മഹാബലിപുരം. ഇനി നെക്സ്റ്റ് പോണ്ടിച്ചേരി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ. ഓക്കെ, അപ്പോൾ ബൈ.